തേന്മാവിൻ കൊമ്പത്ത് ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. നിങ്ങൾ അവിടെ നിന്നാ മതി. നിങ്ങളൊരു മനുഷ്യനാണോ? സ്വന്തം ജീവിതവും പോയി, അതും പോരാഞ്ഞ് അരവിന്ദേട്ടന്റെ ജീവൻ എടുക്കാൻ നോക്കിയല്ലേ? വിഷം കഴിക്കുന്ന കണ്ടതല്ലേ നിങ്ങള്? എന്നിട്ടും തടയാതെ നോക്കി നിന്നല്ലേ? നിർത്തണി. നിനക്ക് മാത്രമേ സ്നേഹമുള്ളെന്ന് മറ്റുള്ളവരെ കാണിക്കാനായി പൂങ്കണ്ണീരൊഴുക്കണ്ട. നിന്നെക്കുറിച്ച് എനിക്കും എന്റെ മോള് ശ്രേയ മേഡത്തിന് നന്നായിട്ട് അറിയാം. നാണോ ഇല്ലേ നിങ്ങക്ക് എങ്ങനെയൊക്കെ പറയാം? ഞാനെന്തിനു നാണിക്കണം? എന്റെ മരുമോൻ അരവിന്ദന്റെ അവസ്ഥയ്ക്ക് കാരണം നീയും നിന്റെ കൂടെ നിൽക്കുന്ന ഈ യവനുവാ. അതാലോചിച്ച് വേദനിക്കേണ്ടതേ നീയാ. എന്തിനാ അനാവശ്യ കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് പറയുന്നേ? ചേട്ടാ ദേഷ്യപ്പെടണ്ട, സമാധാനായിരിക്കും. നമ്മുടെ പേരിൽ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന ആദ്യമായിട്ടല്ലല്ലോ. കുറ്റപ്പെടുത്തല്ലോ, സത്യാ പറഞ്ഞേ. എല്ലാം ചെയ്തു വെച്ചിട്ട് അതിപ്പോ എന്റെ തലയിലാക്കാൻ നോക്കുന്നോ? എന്റെ മരുമോൻ അരവിന്ദ് മോൻ എന്ത് തെറ്റാ ചെയ്തേ? എന്റെ ചീഫ് എഞ്ചിനീയർ മോളുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ ആഗ്രഹിച്ചു, അത് തെറ്റാ? അവനെ എന്റെ മോളെ സന്തോഷത്തോടെ ജീവിക്കാൻ വിടാതെ എല്ലാ കഥയും കുത്തിത്തിരിപ്പും ഉണ്ടാക്കി രണ്ടും രണ്ട് വഴിക്കാക്കിയില്ലേ? ശ്രേയമോളുടെ പിണക്കവും ദേഷ്യമൊക്കെ മാറ്റിയെടുക്കാൻ അവൻ എന്തൊക്കെ ചെയ്തോന്നറിയോ? പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടായില്ല. മനസ്സ് തകർന്നവൻ എന്നെ പറ്റിച്ച് വിഷം കഴിച്ചു. ശ്രേയ മേഡം ഇല്ലാത്തൊരു ജീവിതം അവൻ വേണ്ടാതെ തീരുമാനിച്ചു. ഭാഗ്യമുണ്ടവന്. കൃത്യസമയത്ത് എന്റെ ശ്രേയ മേഡം എത്തി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. അരവിന്ദന്റെ മുമ്പിൽ ദൈവമായിട്ടാ ശ്രേയമോള് പ്രത്യക്ഷപ്പെട്ടത്. നീയും നിന്റെ ഭർത്താവുവാ അവന്റെ മുമ്പിൽ ഇപ്പൊ കാലന്റെ രൂപത്തിൽ നിൽക്കുന്നേ. സ്വന്തം കൂടപ്പുറപ്പിന്റെ ജീവനില്ലാതാക്കിയിട്ട് രണ്ടും സമാധാനത്തോടെ ജീവിക്കോ? ശാന്തഭാമ, തോന്നിവാസം പറയരുത്. അക്കുചേട്ടാ, ഇയാളോട് സംസാരിച്ചിട്ട് കാര്യമില്ല. അരവിന്ദേട്ടന്റെ കാര്യം നോക്കണം. ജീവൻ തിരിച്ചു കിട്ടാനായിട്ട് പ്രാർത്ഥിക്കണം. അത് തന്നെ എനിക്കും പറയാനുള്ളത്. അരവിന്ദന് ജീവൻ തിരിച്ചു കിട്ടിയാ നിനക്ക് ഇവക്കും ജീവിക്കാം. അല്ലെങ്കിൽ അവന്റെ അവസ്ഥ അവൻ രണ്ടിനും. ആകാശനും ചാരുവിനും ഇത്രയും കിട്ടിയ പോരാ. ശാന്തപ്പനെ കൊണ്ട് ഒറ്റയ്ക്ക് നടക്കില്ല. അതിന് ഹേമാന്റിയും കൂടി എത്തണം. എങ്കിലേ ഈ ഹോസ്പിറ്റൽ ഒരു യുദ്ധക്കളമാവും. ആന്റിയെ വിളിച്ച് പറഞ്ഞേക്കാം, നെഞ്ചത്തടിച്ച് കരഞ്ഞോണ്ട് ഓടി വരട്ടെ.